ഇരിക്കുന്ന സമുന്നതരായ ജനകീയ പ്രക്ഷോഭ പ്രവർത്തകരെ, സദസ്സിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കർത്തവ്യം നിർവഹിക്കുവാൻ ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. നേതാക്കന്മാരെ ആദരിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃക ആകേണ്ടവരാണ് നേതാക്കന്മാർ എന്ന് നമുക്കറിയാം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ ധൈര്യമായി നമ്മുടെ നേതാക്കളെക്കുറിച്ച് പഠിക്കണം, ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പഠിക്കണം, മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിക്കണം എന്നൊക്കെ പറയുമായിരുന്നു. ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് പഠിക്കണമെന്നോ അവരെ അനുകരിക്കണമെന്നോ അവരുടെ കാലടികൾ പിന്തുടരണമെന്നോ നമ്മുടെ കുട്ടികളോട് പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവില്ല എന്നതാണ് സത്യം. അവരെ പിന്തുടർന്നു പോയാൽ നാം എത്തിച്ചേരുന്നത് ഏതെങ്കിലും ഗോൾഫ് ക്ലബ്ബുകളിലോ കോർപ്പറേറ്റ് ലോബികൾ നടത്തുന്ന വല്ല സുഖവാസ കേന്ദ്രങ്ങളിലൊക്കെ ആയിരിക്കുമെന്നുള്ള ഭയം കൊണ്ട് അച്ഛനമ്മമാർ കുട്ടികളോട് നേതാക്കന്മാരെ അനുകരിക്കണമെന്നോ അവരുടെ കാലടികൾ പിന്തുടരണമെന്നോ ഇക്കാലത്ത് പറയാറില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളോട് നെഞ്ചത്ത് കൈവച്ച ആത്മാർത്ഥതയോടെ യാതൊരു ഭയാശങ്കകളുമില്ലാതെ ഇവരെ നിങ്ങൾക്ക് അനുകരിക്കാം എന്ന് പറയാവുന്ന നേതൃത്വമാണ് ഈ ജനകീയ പ്രക്ഷോഭകാരികൾ, ഈ വേദിയിൽ ഇരിക്കുന്നവർ എന്നതാണ് പരമാർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഐക്യദാർഢ്യ പ്രസംഗം നടത്തുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്ന്. ഈ വൈകിയ വേളയിൽ ദീർഘമായൊരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. നമുക്കറിയാം, കേരളം ചലനാത്മകമായ ഒരു പ്രദേശമാണ്. ചരിത്രപരമായി തന്നെ ചലനാത്മകമായ ഒരു പ്രദേശമാണ് കേരളം. കേരളത്തിൽ ഇന്നുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ചരിത്രപരമായി നിരവധി സമരങ്ങളിലൂടെ ഉണ്ടായ മാറ്റമാണ്. എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് 1930കളിലെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ശ്രീ ടി കെ മാധവൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയ ഒരു കാര്യമാണ്. 1930കളിൽ കേരളത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർണ വിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സാമൂഹിക വിഭവങ്ങളുടെ മേൽ അവകാശം സ്ഥാപിക്കുവാൻ സാധിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് വിദേശ മൂലധനത്തിന്റെ വരവോടുകൂടി ഉണ്ടായ സാമ്പത്തിക സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി അവർണ വിഭാഗങ്ങളിൽപ്പെട്ട, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട നിരവധി കുടുംബങ്ങളും വ്യക്തികളും സാമ്പത്തിക വിഭവങ്ങളുടെ മേൽ അവകാശം സ്ഥാപിക്കുകയോ അങ്ങനെ ഉയർന്നു വരികയും ഉണ്ടായി. എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന കഥ, ടി കെ മാധവന്റെ ആത്മകഥയിൽ നിന്നുള്ള കഥ, നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യം, ഇത്തരത്തിൽ സാമ്പത്തികമായി നമുക്കുണ്ടാകുന്ന ഉന്നതി സാമൂഹിക ഉന്നതിയായി പരിണമിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ആലമ്മൂട്ടിൽ ചാന്നാർ എന്ന് പറയുന്ന ഈഴവ പ്രമാണിയുടെ കഥയാണ് പറയുന്നത്. ആലമ്മൂട്ടിൽ ചാന്നാർ, ഈഴവ പ്രമാണിയായ ആലമ്മൂട്ടിൽ ചാന്നാർ, അദ്ദേഹം ഒരു കാർ വാങ്ങിക്കുകയാണ്. അദ്ദേഹം പണക്കാരനാണ്. അദ്ദേഹം ഒരു കാർ വാങ്ങിച്ചു. അദ്ദേഹത്തിന്റെ കാറിന്റെ ഡ്രൈവറായി വന്നത് ഒരു ശൂദ്രനായിരുന്നു, ഒരു നായരായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് കായംകുളത്തേക്ക് പോകുന്ന ആലമ്മൂട്ടിൽ ചാന്നാർക്ക് ഹരിപ്പാട് അമ്പലത്തിന്റെ മുൻപിലുള്ള റോഡിൽ കൂടി സഞ്ചരിക്കാൻ അവർണനായതുകൊണ്ട് അവകാശമില്ല. അതുകൊണ്ട് കാറിന്റെ ഉടമസ്ഥനായ ആലമ്മൂട്ടിൽ ചാന്നാർ ഹരിപ്പാട് അമ്പലത്തിന്റെ റോഡ് തുടങ്ങുന്ന സ്ഥലത്ത് കാറിൽ നിന്നിറങ്ങുകയും അദ്ദേഹത്തിന്റെ ഡ്രൈവറായ നായർ ആ അമ്പലം വഴിയിൽ കൂടി കാർ ഓടിച്ച് മറുവശത്ത് കൊണ്ടുപോയി കാർ നിർത്തുകയും ആലമ്മൂട്ടിൽ ചാന്നാർ കുറ്റിക്കാട്ടിലൂടെ കറങ്ങിച്ചെന്ന് തിരിച്ച് സ്വന്തം കാറിൽ കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു 1930കളിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകുന്നു എന്നതുകൊണ്ട് മാത്രം സാമൂഹികമായ ഉന്നതി ഉണ്ടാകുന്നില്ല. സാമൂഹികമായ ഉന്നതിക്ക് വേണ്ടിയുള്ള സമരം എന്ന് പറയുന്നത് ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള, പൗരത്വത്തിന് വേണ്ടിയുള്ള
വേണ്ടിയുള്ള സമത്വത്തിന് വേണ്ടിയുള്ള സമരമാണ്. ഗൾഫിൽ നിന്നുള്ള പണം വന്നതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ സാമ്പത്തികമായി ഉയർന്നു, അതുകൊണ്ട് ഇനി അവർക്കൊന്നും നേടാനില്ല, ഇനി വെറുതെ വായു പൊളിച്ചിരുന്നാൽ മതി എന്ന് പറയുന്ന ബുദ്ധിജീവികളോടും സാംസ്കാരിക നായകന്മാരോടും എനിക്ക് പറയാനുള്ളത് TK മാധവന്റെ ആത്മകഥയെങ്കിലും നിങ്ങൾ എടുത്തു വായിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ചലനാത്മകമായ ഒരു ചരിത്രമുള്ള, സാമൂഹികമായും സാമ്പത്തികമായും സ്വന്തം പൗരത്വം സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള നിവർത്തന പ്രക്ഷോഭം മുതലുള്ള നിരവധി സമരങ്ങൾ നടത്തിയിട്ടുള്ള കേരളത്തിലെ ന്യൂനപക്ഷങ്ങളും അവർണ വിഭാഗങ്ങളും പുതിയ ഒരു കേരളത്തിന് വേണ്ടി, പുതിയ ഒരു വികസന സംസ്കാരത്തിന് വേണ്ടി ഒന്നിച്ചു ചേരുകയും ചർച്ചകൾ നടത്തുകയും സംവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത സാർത്ഥകമായ 3 ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ഇന്ന് നാം ജീവിക്കുന്ന ഈ ആഗോള സാഹചര്യം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒന്നാണ്. നേരത്തെ ഇവിടുത്തെ ഉദ്ഘാടകൻ IMF-നെയും വേൾഡ് ബാങ്കിനെയും, IMF-ഉം വേൾഡ് ബാങ്കും ഒക്കെ നമ്മുടെ ഈ രാഷ്ട്രതന്ത്രത്തെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നതിനെ കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കുകയുണ്ടായി. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാൽ ആഗോളവൽക്കരണത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത്തരത്തിൽ ആഗോളവൽക്കരണത്തിന് എതിരായുള്ള ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പ് നടക്കുന്ന ഗ്രാമങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇന്ന് ഈ വേദിയിൽ ആദരിക്കപ്പെട്ടത്. അവരെ ആദരിക്കുന്നതിലൂടെ നാം ആഗോളവൽക്കരണത്തിനെതിരെയുള്ള സമരത്തിന്റെ ഒരു പടിയിൽ മുന്നോട്ട് പോയിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഈ ഒരു യാഥാർത്ഥ്യം ഇതിനെ ചെറുത്തു നിൽക്കുന്ന ഇപ്പോൾ അറബ് പ്രദേശങ്ങളിൽ നടന്ന വിപ്ലവത്തെക്കുറിച്ചൊക്കെ ഈ യോഗത്തിലും പല വേദികളിലും നമ്മൾ സംസാരിച്ചു. അതുപോലെ ഇന്ന് അരിഫ് അലി അദ്ദേഹം വളരെ വിശദമായി ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. സമരങ്ങൾ ഉണ്ടാകുന്നത് ആരും പുറത്തും ഇറക്കുമതി ചെയ്തിട്ടല്ല. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിൽ വികസന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വികസനം സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് ജനങ്ങൾ സമരം ചെയ്യുമ്പോൾ ഭരണാധികാരികൾ എപ്പോഴും പറയുന്നതാണ് നിന്ന് ഫണ്ട് വരുന്നു, വിദേശത്ത് നിന്ന് ആശയങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു, വിദേശികളുടെ ചട്ടുകങ്ങളായി മാറിയിരിക്കുന്നവരാണ് ഇവിടുത്തെ ജനകീയ പ്രക്ഷോഭകർ എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സ്വന്തം അതിജീവനത്തിന്റെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് വന്നിട്ടുള്ള നിവൃത്തിയില്ലാതെ, മറ്റു മാർഗങ്ങളില്ലാതെ, കുടിവെള്ളമില്ലാതെ മരിച്ചു പോകുമെന്നുള്ളത് കൊണ്ട്, ശ്വസിക്കാൻ ശുദ്ധവായുവില്ലാത്തതുകൊണ്ട് മരിച്ചു പോകുമെന്നുള്ളത് കൊണ്ട് 6 അടി മണ്ണ് മറഞ്ഞു കിടക്കാനുള്ള 6 അടി മണ്ണല്ലാതെ മറ്റൊന്നും തന്റെ മുമ്പിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള സാമൂഹിക ജനവിഭാഗങ്ങളാണ് ഈ സമരങ്ങളിലേക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത്. അല്ലാതെ ഈ സമരം പണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയൊക്കെ സമരത്തിൽ ആരെയും അട്ടിമറിക്കാനല്ല, ജീവിക്കാനാണ് ഈ സമരം എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളതാണ് ഇവർ. ഇന്ന് ജീവിക്കാൻ നടത്തുന്ന സമരങ്ങളെയെല്ലാം പൊളിക്കാൻ നടക്കുകയാണ്. സമരം നടത്തി എന്ന് അവകാശപ്പെടുന്നവർ, സമരം സംഘടിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്നവർ ഇന്ന് സമരം പൊളിക്കാൻ നടക്കുകയാണ്. സമര പന്തൽ പൊളിക്കാൻ നടക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. പന്തൽ പൊളിച്ചതുകൊണ്ടോ സമരം പൊളിക്കാൻ ശ്രമിച്ചതുകൊണ്ടോ തകരുന്നതല്ല കേരളത്തിലെ ഗ്രാമങ്ങളുടെ ജനകീയ ഊർജം എന്ന് പറയുന്നതാണ് ഈ 3 ദിവസങ്ങളിലെ സമ്മേളനത്തിൽ ഇന്ന് ഈ വേദിയിലും നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ എത്രയെത്ര വലിയ വൻവൃക്ഷങ്ങൾ തകർന്നു വീണിട്ടുണ്ട് ജനകീയ സമരങ്ങളുടെ മുന്നിൽ. നമ്മളെ ഈ ഇത്തരം സമരങ്ങൾ നടത്തുമ്പോഴൊക്കെ ഇത് വികസന വിരുദ്ധ സമരം, വികസന വിരുദ്ധരാണ് എന്ന് പറയുന്ന ഇത് ആദ്യമായി പറയുന്നതല്ല. രാവിലത്തെ സമ്മേളനങ്ങളിൽ ഞാനിത് സൂചിപ്പിച്ചു. കഴിഞ്ഞ 25 വർഷമായി 1969 ഭരണത്തിൽ നിന്നിറങ്ങിയതിനു ശേഷം 1981 തിരിച്ചു വരുന്നവരെയുള്ള ഒരു ചെറിയ കാലഘട്ടം ഒഴിച്ചാൽ, തിരിച്ച് 1981 മുതൽ 5 വർഷത്തെ ഇടവേളകൾക്കിടയിലാണെങ്കിലും അധികാരത്തിൽ വന്നിട്ടുള്ള സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളെ വികസന വിരുദ്ധ സമരങ്ങളെന്ന് EK നായനാർ മുതൽ എളമരം കരീം വരെയുള്ളവർ അധിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് പുതിയ കാര്യമല്ല. ഇനിയുള്ള കാലത്തും ഇത്തരം സമരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം താറടിക്കലുകൾക്ക്, നിരന്തരമായ അധിക്ഷേപങ്ങൾക്ക് വിധേയരായ ധീരരായ മനുഷ്യരാണ് ഈ വേദിയിലിരിക്കുന്നത്. അവരെ ഏതായാലും ഇത്തരത്തിലുള്ള ഉമ്മാക്കി കാണിച്ചിന് ഭയപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ള തെളിവാണ് ഇന്ന് ഈ കലൂർ സ്റ്റേഡിയത്തിൽ ആയിരങ്ങൾ കൂടി വന്ന് അവരെ ആദരിച്ചത്. ഇതൊരടയാളമാണ്. കേരള ചരിത്രത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസനാനന്തര സമൂഹത്തെക്കുറിച്ചിട്ടുള്ള സാർത്ഥകമായ സങ്കല്പനങ്ങൾ നമ്മുടെ മനസ്സിൽ വിതയ്ക്കുന്ന അങ്ങേയറ്റം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സമ്മേളനമായിരുന്നു ഇത്. ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിലെന്നെ പങ്കെടുപ്പിച്ചതിന് ഇതിന്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി പറയുന്നു. ഈ സമര നായകരോടുള്ള എന്റെ ഐക്യദാർഢ്യം, നിങ്ങളുടെ ഐക്യദാർഢ്യം, ഈ വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും ഐക്യദാർഢ്യം ഉച്ചൈസ്തരം ഒന്നുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.